ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ 3 ദിവസമായി തുടരുന്ന തമ്മിൽ തല്ലാണ്. വലിയ സംഘർഷങ്ങളിലേക്ക് പോകുമോ ഇന്ന് പലകുറി സംശയിപ്പിക്കുന്ന വിധത്തിലായിരുന്നു സംഘർഷം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ ബിഷപ്പിന്റെ വികാരിയാക്കി. അവിടെ ഭരണ തലത്തിൽ വലിയ മാറ്റം വരുന്നു. ഭരണ സംവിധാനം തന്നെ മാറുന്ന തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നു. പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നീക്കമായി ആ ആത്മാർത്ഥതയോടുകൂടിയുള്ള തീരുമാനമാണോ അത്? ആദ്യമായിട്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ സഭയുടെ ഔദ്യോഗിക വക്താക്കളിൽ ഒരാളാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സഭാനുകൂലിയേക്കാൾ ഉപരി ഇവിടെ ചോദിച്ച വിഷയം 1999 മുതൽ വിവിധ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്ത സഭയുടെ ഔദ്യോഗിക കുർബാനക്രമം നടപ്പിലാക്കുവാൻ സിറോ മലബാർ സഭയുടെ 35 രൂപതകളും തീരുമാനമെടുക്കണമെന്നുള്ള സിനഡിന്റെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം അത് മാർപ്പാപ്പ അംഗീകരിക്കുകയും 34 രൂപതകളിലും അത് നടപ്പാക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞതാണ്. കേവലം ഒരു രൂപതയിൽ നിലനിൽക്കുന്ന ഒരു കുറഞ്ഞ പക്ഷം ആളുകളുടെയും വൈദികരുടെയും തെറ്റായ നിലപാടുകളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ കാരണഭൂതമായി ഇപ്പോൾ നിലകൊള്ളുന്നത്. അതിൽ തന്നെ എറണാകുളം അങ്കമാലി രൂപതയുടെ ബിഷപ്പായി ഉണ്ടായിരുന്ന ബോസ്കോ പുതൂർ പിതാവ് അടക്കമുള്ള 54 പിതാക്കന്മാര് സഭയുടെ 33ാമത് സിനഡിന്റെ 1ാം സമ്മേളനം ചേരുന്ന സമയത്ത് എറണാകുളം അങ്കമാലി ബിഷപ്പ് ഹൗസിൽ എത്തിച്ചേർന്ന 21ഓളം വൈദികര് അത് നേരാൻ വഴിക്കല്ല, വളഞ്ഞ വഴികളിലൂടെ അടുത്തുള്ള സ്കൂളുകളുടെയും കടകളുടെയും ഒക്കെ വാതിലുകളിലൂടെ കടന്നു വന്ന് ഈ സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറുകയും ഏകദേശം 2 മണി സമയത്ത് ആ സ്ഥാപനത്തിലെ മിക്കവാറും എല്ലാ ഓഫീസുകളും അവർ താഴ്ത്തി പൂട്ടുകയും വരാന്തകളിലുള്ള ഗേറ്റുകളടക്കം പൂട്ടുകയും അവിടെയുള്ള വൈദികർക്ക് ഭക്ഷണം പോലും, കൂരിയായിലെ വൈദികർക്ക് ഭക്ഷണം പോലും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തപ്പോഴും ക്രിസ്തു പഠിപ്പിച്ച സഹനത്തിന്റെ മാതൃകയിലൂടെ അവരതിനെ അതിജീവിക്കാൻ ശ്രമിച്ചത് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പോലീസിൽ ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റത്തെ കുറിച്ച് പരാതി കൊടുക്കുകയും പോലീസ് അവിടെ വന്ന് വളരെ സംയമനത്തിന്റെ ഭാഷയിൽ തങ്ങൾ പ്രാർത്ഥനായജ്ഞം നടത്തുകയായിരുന്നു, തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട ഇടത്തേക്ക് എത്തി എന്ന് മാത്രമാണ് അവർ പറയുന്നത്. എനിക്ക് ക്ലിയർ ആയില്ല താങ്കളുടെ വാക്ക്. പ്രാർത്ഥനായജ്ഞമാണ് നടത്തിയത്, ഒരു തരത്തിലും പോലീസ് ഇടപെടലിന് ഉള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കിയിട്ടില്ല എന്നവർ പറയുന്നു. മാത്രവുമല്ല, അവർക്ക് കൂടി അവകാശപ്പെട്ട ഇടത്ത് അവരുടെ വീട്ടിലേക്ക് എത്തിയതാണ്. അവിടെ നിന്ന് പിടിച്ചിറക്കാൻ പോലീസിനോ മറ്റാർക്കുമോ അധികാരമില്ല എന്നുമാണ് അവർ പറയുന്നത്. എന്റെ വീട്ടിലേക്ക് ഞാൻ കയറുന്നത് വീടിന്റെ വാതിലിലൂടെയും ഗേറ്റിലൂടെയുമല്ലേ? ചുറ്റുവട്ടത്തുള്ള വളഞ്ഞ വഴികളിലൂടെയും തെറ്റായ വഴികളിലൂടെയുമാണ് എന്റെ വീട്ടിൽ ഞാൻ പ്രവേശിക്കുക. അത് എവിടുത്തെ നീതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അവകാശപ്പെട്ടതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവകാശം നിഷേധിക്കപ്പെട്ടിട്ടില്ല. അത് വേണ്ട വഴിയിൽ ഒരു ബിഷപ്പ് ഹൗസിലേക്ക് വൈദികർ വരേണ്ട രീതി, വൈദികർ സമയക്രമം എടുക്കേണ്ട രീതി, അവകാശപ്പെട്ട സ്ഥലത്ത് വന്നിട്ട് അവിടെയുള്ള എല്ലാ ഓഫീസുകളും അടച്ചുപൂട്ടുന്ന രീതി, ഇതൊക്കെ അവകാശത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. അവിടെയുള്ള ആളുകളുടെ മനുഷ്യാവകാശത്തെ, വൈദികരുടെ മനുഷ്യാവകാശത്തെയും ഭക്ഷണത്തെയും നിഷേധിക്കല്, ഇതൊക്കെ അവകാശങ്ങളുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതും പ്രത്യേകിച്ച് വൈദികർ ചെയ്യുന്നത്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾക്കൊപ്പം പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മറുപടി പറയേണ്ടി വരുന്നത്. അവിടെ വൈദികർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണല്ലോ, അവരെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ അവർ പ്രതിഷേധിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് അത്തരത്തിൽ അവർക്ക് അവിടേക്ക് പ്രവേശിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് തെറ്റായ താങ്കളുടെ പ്രസ്താവന തെറ്റാണ്. വൈദികർക്കെതിരെ നടപടിയെടുക്കുകയല്ല, മറിച്ച് അവിടെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും അധിനിവേശങ്ങളും അവിടെ ഉണ്ടായിരുന്ന കൂരിയ അംഗങ്ങളെ അടക്കം തടവറയിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ തടവിൽ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന്റെ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഭാഗമായി പോലീസ് അവിടെ വന്ന് ഈ വൈദികരെ 21 വൈദികരുമായിട്ട് സന്ധി സംഭാഷണം നടത്തുകയും വളരെ സമന്വയത്തിന്റെ ഭാഷയിലോട് സംസാരിക്കുകയും അങ്ങനെ സംസാരിച്ച ഈ വൈദികരോട് സ്വാഭാവികമായിട്ട് പോലീസ് സംസാരിക്കുമ്പോൾ എത്ര രൂക്ഷമായിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ ഒരു ചെറിയ വിഭാഗം ആളുകളും മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു സാമാന്യ വിശ്വാസിക്കോ ഒരു വൈദികനോ നിരക്കാത്ത രീതിയിലുള്ള സംഭാഷണങ്ങൾ അവിടെ നടന്നത്. അതിനുശേഷം അവരെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് എല്ലാ വിധത്തിലുള്ള ഈ പള്ളിക്കുള്ളിൽ അവിടെയാണോ സത്യാഗ്രഹ സമരം നടത്തുക, അങ്ങനെ നടത്തുകയാണെങ്കിൽ അവിടെയുള്ളവർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണോ ഇത് ചെയ്യുക? ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മൾ മറച്ചു വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളും തെറ്റായ രീതികളും നമ്മൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല.
കാരണം അവിടെ പരിക്കേറ്റു എന്ന് അവകാശപ്പെടുന്ന വൈദികർ ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം ഹോസ്പിറ്റലിൽ നേഴ്സുമാരെ വരുത്തി ബാൻഡേജ് കെട്ടി അതിന്റെ മുറ്റത്ത് തന്നെ തീർച്ചയായും അതിൽ സംഘർഷം അവിടെ എന്തുണ്ടായി? കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് മറ്റ് അതിരൂപത അനുകൂലിയുടെ പ്രതികരണം കൂടി കേൾക്കണമല്ലോ. ഞാൻ താങ്കളോട് ചോദിച്ചത്, ഏറെ നാളായി നിലനിൽക്കുന്നതാണ് സഭയിലെ ഈ പ്രശ്നങ്ങൾ, അതിൽ ഈ കുർബാന തർക്കം ഉൾപ്പെടെയുണ്ട്. ഈ പ്രശ്ന പരിഹാരത്തിന് ഉള്ള വഴി എന്ന നിലയിലാണോ ഭരണതലത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം? അതിന് നിങ്ങൾ കൂടി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾ കൂടി തയ്യാറാണ് എന്നൊരു സന്ദേശം നൽകാനാണോ ഈ തീരുമാനം എന്നാണ് ചോദിച്ചത്. പക്ഷേ താങ്കളുടെ മറുപടിയിൽ അങ്ങനെ ഒരു ഫീൽ ഇല്ല. ഞാൻ തീർച്ചയായിട്ടും ഒരു മറുപടിയിലെ പൂർത്തീകരിക്കാൻ അനുവദിക്കുക. അതായത് ഏറെ നാളുകളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് താങ്കൾ തന്നെ പറഞ്ഞു. സമന്വയത്തിന്റെ ഭാഷയിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഭാഷയിലും ഈ സമൂഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് വിധേനയും പ്രകോപനമുണ്ടാക്കി മാധ്യമ ശബ്ദം പിടിച്ചു പറ്റാനും ഈ സിനഡ് നടക്കുന്ന സമയത്ത് സഭയെയും സമൂഹത്തെയും അപഹസിക്കാനും വിശ്വാസ സമൂഹത്തെ അപഹസിക്കാനും വിശുദ്ധ കുർബാനയെ വികലമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളോട് തീർച്ചയായിട്ടും കോംപ്രമൈസ് ചെയ്യാൻ കഴിയുമോ? അതല്ല അവിടെ വേണ്ടത്. മറിച്ച് ശിക്ഷണ നടപടികളിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതിനകത്ത് ഈ 5 ലക്ഷം വരുന്ന വൈദികരും ഈ 34 രൂപതകളിലായിട്ട് നിലകൊള്ളുന്ന ജനസമൂഹങ്ങളും എല്ലാം അംഗീകരിക്കുന്ന മാർപ്പാപ്പയുടെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരവും, ആ അംഗീകാരം മാർപ്പാപ്പ 2 പ്രാവശ്യം കത്ത് മുഖേന ഇത് അറിയിക്കുകയും 1 പ്രാവശ്യം അസാധാരണമായ വിധത്തില് വീഡിയോ സന്ദേശം വഴി ഈ രീതി സെനഡിന്റെ ഈ തീരുമാനം നടപ്പിലാക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിട്ട് അതിനെല്ലാം ധിക്കരിച്ചു പോകുമ്പോൾ അതിനെതിരായിട്ട് എന്താണ് സിനഡിന് ചെയ്യാൻ പറ്റുക? വാസ്തവത്തിൽ അവിടെ ഇത്തരത്തിലുള്ള സമന്വയ മാർഗങ്ങളിലൂടെ ഇവരെ അവിടുന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സഭ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട മാർപ്പാപ്പ അംഗീകരിച്ച് നൽകിയിരിക്കുന്ന മറ്റ് 34 രൂപതകളും അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യത്തെ തിരുത്തുവാൻ ഏതാനും പേർക്ക് വേണ്ടി എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ കുറച്ച് വൈദികരും കുറച്ച് വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന വിട്ടുവീഴ്ചയില്ല. ഇത് കുർബാനയുടെ വിട്ടുവീഴ്ചയുടെ പ്രശ്നമല്ല. സഭയുടെ ഔദ്യോഗികമായ തീരുമാനങ്ങൾ മാർപ്പാപ്പ തീരുമാനിച്ച് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ രൂപതകളും അംഗീകരിക്കുന്നതാണ്, എല്ലാ മെത്രാന്മാരും അംഗീകരിക്കുന്നതാണ്. വിശ്വാസ സമൂഹത്തിന് അതിൽ പ്രശ്നവുമില്ല. ശരി, ഞാൻ താങ്കളിലേക്ക്